മലമുകൾ നെട്ടയം പ്രദേശത്ത് അവിടെ ബിനു, ഈ ബിനു അവിടുത്തെ പള്ളിയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട്ടിനടുത്ത് പോയിട്ട് ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ, CPM പ്രവർത്തകൻ അവരോട് മോശമായിട്ട് സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു തർക്കമാണ്. ആ തർക്കത്തിൽ CPM ഒരു ഭാഗം പിടിക്കുകയായിരുന്നു. ഒരു ഭാഗം പിടിച്ചുകൊണ്ട് മലമുകൾ പ്രദേശത്ത് അവർക്ക് കുറച്ച് ശക്തിയുണ്ട്. BJPക്ക് നേരത്തെയൊക്കെ കുറച്ച് ശക്തി കുറവായിരുന്നു. എന്നാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർലമെന്റിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പ് മുതൽ ആ കാച്ചാണി വാർഡ് ഞങ്ങൾ ലീഡ് ചെയ്യുകയാണ്. ഞാനൊക്കെ മുമ്പ് 2013 വട്ടിയൂർക്കാവിൽ മത്സരിക്കുമ്പോൾ മലമുകൾ പ്രദേശത്ത് ഞങ്ങൾക്ക് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ആരുമില്ലായിരുന്നു, ഒരു ബോർഡ് വയ്ക്കാൻ പോലും ആരുമില്ല. വച്ചതിനകത്ത് എടുത്ത് മാറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറി. ബിനു ഉൾപ്പെടുന്ന ആ പള്ളിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ബിനു ഉൾപ്പെടുന്നവർ BJPയിലേക്ക് വരുന്നു. ശ്രീ രാജീവ് ചന്ദ്രശേഖർ 2019 ആ പ്രദേശത്ത് നല്ല ലീഡ് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യാസമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ CPM പ്രവർത്തകർ തടിച്ചുകൂടുകയും സ്വാഭാവികമായിട്ടും ബിനുവിന്റെ ഭാര്യയെ അധിക്ഷേപിച്ച് അറിഞ്ഞുകൊണ്ട് അവിടെ BJP പ്രവർത്തകർ വരുന്നു. CPM പ്രവർത്തകർ നേരെ അവിടെ ചർച്ചിനകത്തേക്ക് കയറി. നിങ്ങളൊക്കെ പല മാധ്യമങ്ങളും, എല്ലാ മാധ്യമങ്ങളും വളരെ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. ചർച്ചിനകത്തേക്ക് കയറിയിട്ട് അവിടെ നിന്നുകൊണ്ട് കല്ലെറിഞ്ഞു. ഇപ്പൊ എന്റെ ഫോണിൽ FIR ഉണ്ട്, അന്നെടുത്ത FIR. ആ FIRൽ അവസാനം പറഞ്ഞിരിക്കുന്നത് CPM പ്രവർത്തകരുടെ കല്ലേറിൽ പോലീസിനെ പരിക്കേറ്റു എന്നാണ് FIRൽ പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ പോലീസ് തന്നെ കൃത്യമായിട്ട് ആദ്യമുള്ള FIR രജിസ്റ്റർ ചെയ്യുന്നു, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവരൊക്കെ തന്നെ അവിടെ കാര്യം അറിയാൻ ചെന്ന BJP പ്രവർത്തകരെ, ബിനു ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ മർദ്ദിക്കും. അവിടെ സുജിത്ത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഉയർന്നു വരുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകനാണ്. സുജിത്തിനെ CIക്ക് നേരത്തെ അറിയാം. സുജിത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ സമുദായത്തെ ഉൾപ്പെടെ അധിക്ഷേപിച്ചുകൊണ്ട് സുജിത്തിന്റെ തലയ്ക്കാണ് അടിച്ചത്. ഇപ്പൊ നമ്മളൊക്കെ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ക്യാമറമാൻമാരും റിപ്പോർട്ടർമാരും അറിയാമല്ലോ. ഒരു നിയമം അനുസരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ചെയ്യുന്നത് അവരെ ആ മോബിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ആദ്യം പറയും, അതിനുശേഷം റീസണബിൾ ഫോഴ്സ് ഉപയോഗിക്കാമെന്നാണ് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാലിലോ ജലപീരങ്കി പ്രയോഗിക്കും. അതിൽ പിരിഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിൽ അവർ മിനിമം ഫോഴ്സ് പ്രയോഗിക്കും. അത് ഒരാളുടെ തലക്കടിച്ചല്ലോ ഓടിക്കേണ്ടത്. കാലിലടിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു രാത്രി ചാർജ് എന്ന് പറയും. ഈ സമയത്ത് ഇതാണല്ലോ വട്ടിയൂർക്ക നെറ്റേ ഭാഗത്ത്, അതിലപ്പുറം സംവിധാനമൊന്നുമില്ല. അപ്പോൾ നേരിട്ട് തലക്കടിച്ചിട്ട് 12 സ്റ്റിച്ചാണ്. അങ്ങനെ സുജിത്ത് ഉൾപ്പെടെ നിരവധി പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. അതിനുശേഷം പിറ്റേ ദിവസം ഒരു ക്ഷേത്രത്തിന്റെ അടുത്തൊരു കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് കയറി ഇടപ്പഴഞ്ഞി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ്. അവിടെയുള്ള ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ ഓഫീസ് കയറി ചവിട്ട് തുറന്നിട്ടാണ് കയറുന്നത്. ചവിട്ട് തുറന്ന് കയറി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. ഈ ബിനു പരാതിക്കാരനാണ്. ബിനുവിനെ വിളിച്ചിട്ട് ഒരു പോലീസ് ഓഫീസർ വയർലെസ് വെച്ച്, ദീപു പിള്ള, അയാൾ കണ്ടോൺമെന്റ് SI ആണ്. അയാൾ വയർലെസ് വെച്ചിട്ട് നിങ്ങൾ ആ ബിനുവിന്റെ മുഖം ഒന്ന് കാണണം. വയർലെസ് വെച്ചിട്ട് മുഖം ഇടിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞ ബിനുവിന്റെ മുഖം വയർലെസ് സെറ്റ് വെച്ചിട്ട് ഇടിച്ചിട്ട് ഇവിടെ ഞാൻ അന്ന് നന്ദവനം ക്യാമ്പിൽ വന്നിട്ട് ആ ബിനുവിന്റെ മുഖം കണ്ടിട്ടാണ് ആകെ ഞെട്ടിപ്പോയത്. ഇടിച്ച് ഇവിടെ മുഴച്ചിരിക്കുക. അയാൾ ഇന്നലെ ഇന്നൊക്കെ കണ്ണാശുപത്രിയിലൊക്കെ ചികിത്സ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വൈഫിനെയാണ് അധിക്ഷേപിച്ചത്. ഈ ദീപു പിള്ള വയർലെസ് സെറ്റ് വെച്ചിട്ട് ഇടിക്കുകയാണ്.